മരുന്ന് കഴിക്കേണ്ടതാ. വാ മോളെ. വാ മോളെ, എണീറ്റ് വല്ലതും കഴിച്ചു വന്നു. രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുന്നു. വിശപ്പില്ല അമ്മൂമ്മ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മരുന്ന് കഴിക്കേണ്ടതല്ലേ? അസുഖം പെട്ടെന്ന് മാറണ്ടേ? എന്ത് മരുന്ന് കഴിച്ചാലെന്താ, എന്റെ അസുഖം മാറത്തില്ലല്ലോ. എന്ന് ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞി സർജറി. അത് കഴിഞ്ഞ് അമ്മോടെ അസുഖം പെട്ടെന്ന് മാറും. ഇന്നാ കഴി. സ്വാദില്ല അമ്മൂമ്മ. സ്വാദൊക്കെ ഉണ്ടാവും മോക്കേ. പെട്ടെന്ന് അസുഖം മാറണം. മരുന്ന് കഴിക്കേണ്ടതാ. വേഗം കഴിച്ചു. ഇതാ കഴി. എന്നാ ചേച്ചി? മുതലാളീനെ ഒന്ന് കാണണം. മുതലാളി അകത്തുണ്ട്, ഞാൻ വിളിക്കാം. എന്താ ചേർത്തേ? കാശ് കൊണ്ടുണ്ടോ? ഇല്ല, ഇരിക്കുന്ന ഈടിന്മേൽ കുറച്ചുകൂടി കാശ് തരണം. കുഞ്ഞിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാ. ഒരു വിലയില്ലാത്ത നിന്റെ ആധാരത്തിന്മേൽ ഇത്രയും കാശ് ഞാൻ തന്നു. അതിന് മുതലുമില്ല, പലിശയില്ല. എന്നിട്ട് വീണ്ടും അതിന് പൈസ ചോദിക്കാൻ വന്നിരിക്കുന്നു. കടന്നു പോകല്ലേ. എനിക്കറിയാവുന്നൊരു കുടുംബമാണ്. വളരെ ദയനീയമാണ് അവരുടെ അവസ്ഥ. ആ കൊച്ചിൻ്റെ ഓപ്പറേഷന് വേണ്ടിയല്ലേ മുതലാളി. എടാ കഴിവേരുടെ മോനെ, എൻ്റെ ചോറ് നിന്നിട്ട് അവർക്ക് വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു. മാറി നിൽക്കടാ കൂടെ. അതുകൊണ്ടല്ല മുതലാളി, അവരുടെ അവസ്ഥ വളരെ മോശമാണ്. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യുക. നിന്നോട് പലിശ മേടിക്കാൻ പോകാൻ പറഞ്ഞിട്ട് പോയോ? ഇല്ലാലോ. പോയിട്ട് പോടാ. അവൻ എനിക്കിട്ടുണ്ടാക്കാൻ വന്നേക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തിലാണ് നിൽക്കുന്ന ഇവക്ക് എന്തിനാണ് നീ മാല? ഊരന്നെ മുതലാളി, കൊണ്ടുപോകരുതേ. അടുത്ത മാസം 10-ാം തീയതി ദിവസം ഉണ്ടെങ്കിൽ എന്നോട് മേടിച്ച മുതലും പലിശ എനിക്ക് ഇവിടെ കിട്ടണം. അല്ലെങ്കിൽ തള്ളയും മോളും പടിക്ക് പുറത്തിറങ്ങിക്കോളണം തെരുവിലേക്ക്. കേട്ടോളേ? എന്നോടാ കളി. ചായ തന്നേക്കാം. സുമേഷേ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഈടില്ലാതെ ആരും പൈസ തരില്ലെന്നേ. ഞാൻ 1-2 പേരോട് ചോദിച്ചിട്ടുണ്ട്. നോക്കട്ടെ, പോയ കാര്യം എന്തായി? അത് സുമേഷ്, അവരാ പാലത്തിന്റെ ഇറക്കിലെ 2ാമത്തെ വീട്ടിലെ ചേച്ചിയല്ലേ? അതെ അതെ. എന്താ പ്രശ്നം? ആ കുട്ടിയുടെ വയറ്റിൽ മുഴയാണെന്നേ. അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഒരു ഓപ്പറേഷൻ ചെയ്താലേ ശരിയാവും. ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് ഓടി നടക്കുന്നു പാവം. എന്നോട് ചോദിച്ചിരുന്നു കുറച്ച് പൈസ, പക്ഷേ കൊടുക്കാൻ പറ്റിയില്ല. കഷ്ടം. സുമേഷടാ, പലിശ. എടാ, കുറച്ചുകൂടെ പൈസ റെഡിയാകാറുണ്ട്. വൈകുന്നേരത്തൊക്കെ ശരിയാക്കാം. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കണേ? എന്തു പറയാനാ സുമേഷേട്ടാ, മടുത്ത് ആ വീട്ടിലെ ജോലി. ഇന്ന് ആ ശാരദാമ്മയും കൊച്ചും വന്നിട്ടുണ്ടായിരുന്നു, എന്തോ പൈസയുടെ ആവശ്യത്തിന്.
അയാൾ ആ പൈസ കൊടുത്തുമില്ല, കൊച്ചിൻ്റെ കഴുത്തേക്കുന്ന മാലയും പൊട്ടിച്ചെടുത്തു. എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ കാലക്കി കൊടുത്ത് കുലിഞ്ഞാണ് അയാൾ. മോള് കിടന്നു, കിടക്ക്. എൻ്റെ ഭഗവാനെ, എൻ്റെ കുഞ്ഞിൻ്റെ സർജറി ഇനി എങ്ങനെ നടക്കും? അമ്മുമ്മേ, കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ലല്ലേ? ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടടാ. നമുക്ക് ദൈവം വരും രക്ഷകനായിട്ട്. എൻ്റെ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണേ. ഇനി ഡിസ്ചാർജ് വരെ വേറെ പൈസ എന്തെങ്കിലും വേണ്ടി വരുമോ? ഇല്ല, വേണ്ടി വരില്ല. വേണ്ടി വരില്ല. ഇല്ല. ആ, റെസിപ്റ്റ്? റെസിപ്റ്റ് വേണ്ട, അത് അവരുടെ കൊടുത്താൽ മതി. അമ്മുമ്മേ, ദേ ഫോൺ. ഹലോ ഹലോ, അമ്മുവിൻ്റെ ബൈസ്റ്റാൻഡർ അല്ലേ? ഇത് MAJ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുവാണ്. 24-ാം തീയതി നിങ്ങളുടെ സർജറി ഫിക്സ് ആയിട്ടുണ്ട്. 22-ാം തീയതി ഒന്ന് അഡ്മിറ്റ് ആവണം കേട്ടോ. 22-ാം തീയതി അഡ്മിറ്റ് ആകണമെന്നോ? അതെ. അപ്പോൾ പൈസ? അല്ല, ഫുൾ എമൗണ്ട് ഓൾറെഡി പെയ്ഡ് ആണല്ലോ. നിങ്ങൾ വന്നാൽ മാത്രം മതി. ഓക്കെ. എത്രയാ? 50 രൂപ. അങ്ങോട്ടൊന്നും നോക്കണ്ട, അവരൊക്കെ ചെയ്ത്ത ആൾക്കാരാ. ഈ ശേഖരൻ തമ്പിയുടെ വീട്ടിൽ കയറി കക്കാൻ മാത്രം ധൈര്യമുള്ള കള്ളനോ? അതും ഈ നാട്ടില്. എടാ നിന്നെ ഞാൻ
ഈ ശേഖരൻ തമ്പിയുടെ വീട്ടിൽ വന്നവരാരും പിന്നെ ജീവനോടെ പുറത്തു പോയിട്ടില്ല. പിന്നെയല്ലേ നീ? ഇനി ശേഖരത്തെ പേടിയിട്ട് കിടക്കണമെങ്കിൽ എനിക്ക് കൊണ്ടുവച്ചായിരിക്കണം. അങ്ങോട്ടൊന്നും നോക്കണ്ട, അവരൊക്കെ ചീത്ത ആൾക്കാരാ.